തുടങ്ങിക്കോ. ഓക്കെ. അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ഇസ് എക്കോ ഡോപ്ലർ. ഇതാണ് ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, നമ്മൾ മറ്റേതൊക്കെ ചെയ്യും, പക്ഷേ ദിസ് ഇസ് മോർ യൂസ്ഫുൾ ഇൻ കൺഫേം ദ ഡയഗ്നോസിസ്. അപ്പം സാർ എപ്പോഴും പറയുന്ന കാര്യം, ഡോപ്ലർ നമ്മൾ എവിടെ എഴുതിയാലും, എക്കോ എവിടെ എഴുതിയാലും ഈ പോയിന്റ്സ് എല്ലാം എഴുതണം എന്ന് സാർ എപ്പോഴും പറയും. ഇറ്റ് ഇസ് യൂസ്ഡ് ടു കൺഫേം ഡയഗ്നോസിസ്, അസസ് സിവിയോറിറ്റി, അസസ് കാർഡിയാക് ഫങ്ഷൻസ്, പിന്നെ എന്തെങ്കിലും അസോസിയേറ്റഡ് ലീഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, ആൻഡ് ടു നോ അബൌട്ട് കോംപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങൾ എക്കോ എവിടെ എഴുതിയാലും, ഇൻവെസ്റ്റിഗേഷനായിട്ട് എഴുതിയാലും പോയിന്റ്സ് എഴുതണം. വേറെ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ഉണ്ടോ അച്ഛനെ? ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം എക്കോയിൽ നമ്മൾ എന്തൊക്കെ കാണും? നമുക്ക് ലെഫ്റ്റ് ഏട്രിയൽ ചേംബറിന്റെ എൻലാർജ്മെന്റ് കാണാൻ പറ്റും, ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ എൻലാർജ്മെന്റ് കാണാൻ പറ്റും. പിന്നെ പൾമിനറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ സെയിം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും, തന്നെ എഴുതാൻ പറ്റും. പൾമിനറി ആർട്ടറി എൻലാർജ്മെന്റ് കാണും, അയോർത്ത നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ സ്മോളർ ദാൻ നോർമൽ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡിഫക്റ്റിന്റെ നമ്പർ, സൈസ് ആൻഡ് സൈറ്റ് ഓഫ് ഡിഫക്റ്റ് കാണാൻ പറ്റും. പിന്നെ ഇഫ് ദർ ഇസ് എനി അസോസിയേറ്റഡ് പൾമിനറി സ്റ്റീനോസിസ്, പൾമിനറി ഹൈപ്പർ ടെൻഷൻ അതൊക്കെ ഉണ്ടോ, ഇനി അസോസിയേറ്റഡ് ലീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. പിന്നെ ഡോപ്ലർ, കളർ ഡോപ്ലർ can be used to demonstrate the flow, blood flow കാണാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഫ്ലോ ഇപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഓക്കെ. ഇപ്പം റൈറ്റ് ലെഫ്റ്റ് ആണെങ്കിലോ, റൈറ്റ് ലെഫ്റ്റ് ആണെങ്കിൽ റിവേഴ്സൽ ഓഫ് ഷണ്ട്, ഐസൻമെംഗേഴ്സ് കോംപ്ലിക്കേഷനിലോട്ടായി. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഐസൻമെംഗർ സിൻഡ്രോം ഇസ് എ കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ സർജറി. ഓക്കെ, അത് ഓർത്ത് വെക്കാം. ഐസൻമെംഗേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോൺട്രാ ഇൻഡിക്കേഷൻ, നമുക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് കോംപ്ലിക്കേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നത്തിങ് ക്യാൻ ബി ഡൺ. ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ആകെ ലങ്ങും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ നോ സർജറി ക്യാൻ ബി ഡൺ ഐസൻമെംഗറിലോട്ട് പോയാൽ. അപ്പം ലെഫ്റ്റ് റൈറ്റ് ചണ്ടാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓപ്പറബിലിറ്റി, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സർജറി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ എക്കോ. ഇനി അടുത്ത ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് വിൽ ബി എസിംപ്റ്റമാറ്റിക് ഇൻ ദ ഫസ്റ്റ് മന്തിൽ സിംറ്റംസ് ഒന്നും കാണത്തില്ല. ബിക്കോസ് ആ ഹാർട്ടിന്റെ ചേമ്പേഴ്സ് തമ്മിൽ ആ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ആവാനായിട്ട്, പ്രഷർ ഡിഫറൻസ് ഒക്കെ ക്രിയേറ്റ് ആവാൻ സമയമെടുക്കും. സോ പേഷ്യന്റ് വിൽ യൂഷ്വലി ബി അസിംപ്റ്റമാറ്റിക് ബൈ ദ ഫസ്റ്റ് മന്ത്. സിംറ്റംസ് വരുന്നത് 2 months to 2 years of ഏജിലാണ്. ആൻഡ് കുഞ്ഞ് വി എസ് ടി ആണെങ്കിൽ സ്മോൾ വി എസ് ടി വിൽ ബി ഏസിംപ്റ്റമാറ്റിക് ആയിരിക്കും പേഷ്യന്റ്. ലാർജ് വി എസ് ടി ആണെങ്കിൽ എന്ത് പറ്റും? ലാർജ് വി എസ് ടി ആണെങ്കിൽ ലാർജ് വോള്യൂം ഓഫ് ബ്ലഡ് അല്ലേ, എക്സസ് ഭയങ്കര ഒരുപാട് ബ്ലഡ് അപ്പം നമ്മുടെ റൈറ്റ് വെൻട്രിക്കിലോട്ട് പോകും, അവിടെ നിന്ന് ലങ്സിൽ പോകും, അവിടെ നിന്ന് ഒരുപാട് ബ്ലഡ് ലെഫ്റ്റ്, അതേ സെയിം എക്സസ് എമൗണ്ട് ഓഫ് ബ്ലഡ് വിൽ ഗോ ടു ദ റൈറ്റ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് അവിടെ ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് പോകും. അപ്പം എക്സസ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഇല്ലേ ലെഫ്റ്റ് വെൻട്രിക്കിൽ, ഒരുപാട് ബ്ലഡ് ഇല്ലേ, അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ വിൽ ബി ഇംമെച്യൂർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദേ കൻ ഗോ ഫോർ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഒക്കെ ഉണ്ടാകാം. ഓക്കെ, ഇൻ കേസ് ഓഫ് എ ലാർജ് വി എസ് ടി. അപ്പം there will be signs of left ventricular failure ഉണ്ടാകും. ഓക്കെ, ലൈക്ക് dyspnea, diaphoresis, excessive sweating കാണും, on feeding, on exertion. കുഞ്ഞുങ്ങളുടെ എക്സർഷൻ എന്ന് പറയുമ്പോൾ ഫീഡിങ് ആൻഡ് ക്രൈങ്. ഓക്കെ, ഫീഡിങ് ആൻഡ് ക്രൈങ് ചെയ്യുമ്പോൾ dyspnea, diaphoresis, fatigue, tachycardia, beat more than 200 in infants, കുഞ്ഞുങ്ങൾ more than 200. ഓക്കെ, അപ്പം tachycardia, fatigue, dyspnea, diaphoresis ഒക്കെ കാണും on feeding and crying. അപ്പം ഇതിന് പറയുന്നതാണ് സക്രസ് സൈക്കിൾ എന്ന് വെച്ചാൽ കുഞ്ഞ് ഫീഡ് ചെയ്യുമ്പം, ദാറ്റ് ഇസ് ഓൺ എക്സർഷൻ ചെയ്യുന്ന സമയത്ത് ദ ചൈൽഡ് വിൽ ഫീൽ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, ഭയങ്കര ഡിസ്നിയായും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, എക്സസീവ് സ്വെറ്റിംഗ് ഒക്കെ കാരണം കുഞ്ഞിന് അത്ര ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ വീണ്ടും സ്റ്റോപ്പ് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും ഫീഡിങ് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ കുട്ടിക്ക് ഭയങ്കര ഹങ്കർ ആയിരിക്കും, നല്ല വിശപ്പ് കാണും, പക്ഷെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പറയുന്നതാണ് സക്രസ് സൈക്കിൾ. പിന്നെ പിന്നെ വി ഷുഡ് ഓൾസോ ലുക്ക് ഫോർ ഹെപ്പറ്റോമെഗലി. കാരണം ഹാർട്ട് ഫെയിലിയറിന്റെ സമയത്ത് ബ്ലഡ് ക്യാൻ ബാക്കപ്പ് ഇൻ ടു ദി ഹെപ്പാറ്റിക് വെയിൻസിലൊക്കെ ബ്ലഡ് ബാക്കപ്പ് ചെയ്തിട്ട് ലിവർ കൺജസ്റ്റഡ് ആയി അങ്ങനെ ലിവർ എൻലാർജ്മെന്റ് ഒക്കെ കാണാം. സോ വി ഹാവ് ടു ഓൾസോ ലുക്ക് ഫോർ ഹെപ്പറ്റോമെഗലി. പിന്നെ ഇൻ ബി എസ് ടിയിൽ ദർ ഇസ് എ ചാൻസ് ഫോർ റിക്കറന്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, കാരണം പൾമണറി ബ്ലഡ് ഫ്ലോ ഒക്കെ ഭയങ്കര കൂടി, അതൊന്നും തോന്നുന്നു
റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ റിക്കറന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് ന്യൂമോണിയ ഒക്കെ വരാം. അപ്പം ചൈൽഡ് വിൽ പ്രസന്റ് വിത്ത് ടാക്കിപ്നിയ, ന്യൂമോണിയ ഒക്കെ വരുമ്പോൾ ടാക്കിപ്നിയ ആയിട്ട് വരാം. ടാക്കിപ്നിയ എന്ന് പറയുമ്പോൾ respiratory rate more than 60 per minute in children less than 2 months of age, more than 50 per minute in children more than 2 months of age, and more than 40 per minute in children above 1 year of age. So pneumonia ഒക്കെ വരുമ്പോൾ child can present with tachypnea. പിന്നെ ഫെയിലിയർ ടു ത്രൈവ്, അത് നമ്മൾ നേരത്തെ ഫെയിലിയർ ടു ത്രൈവ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് വെയിറ്റ് ഒന്നും വെക്കത്തില്ല, ചൈൽഡ് വിൽ ബി അൺഏബിൾ ടു ഗെയിൻ വെയിറ്റ്, അതാണ് ഫെയിലിയർ ടു ത്രൈവ്. ഇത്രയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ക്ലിനിക്കൽ ഫീച്ചർ ഒന്നുകൂടി പറയണം. അടുത്തത് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വെരി സ്മോൾ വി എസ് ടി ഇല്ലേ, വെരി സ്മോൾ വി എസ് ടി, വെരി സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്, സ്മോൾ ഉണ്ട്. ഈ ടെക്സ്റ്റിൽ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളതാണ്. വെരി സ്മോൾ വി എസ് ഡി ആകുമ്പോൾ വി എസ് ഡി എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ആക്ട് ആസ് എ സ്റ്റീനോട്ടിക് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. ഭയങ്കര കുഞ്ഞു വി എസ് ഡി ആണ്. ഓക്കെ, ഇറ്റ് വിൽ ആക്ട് ആസ് എ സ്റ്റീനോട്ടിക് ഏരിയ. ഇറ്റ്സ് എ വെരി സ്മോൾ ഡിഫെക്ട്. അപ്പം ഹിയർ there will be no pansystolic murmur. Pansystolic murmur കാണത്തില്ല. No pansystolic murmur in case of very small VSD. നമുക്ക് കേൾക്കാൻ പറ്റുന്നത് only ejection systolic murmur can be heard. And usually very small VSD will disappear due to spontaneous closure. Okay, usually it will disappear. പിന്നെ in case of a large VSD, ലാർജ് വി എസ് ടിയിൽ ഒരു ഭയങ്കര വലിയ ഗ്യാപ്പ് ഉണ്ട് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ദ റൈറ്റ് വെൻട്രിക്കിൾ. സോ ഇറ്റ് ആക്ട് ആസ് എ കോറിഡോർ പോലെ, ഒരു വലിയ ഡോർ പോലെ ആക്ട് ചെയ്ത് ഈ രണ്ട് ചേമ്പർ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കുറയത്തില്ലേ. അപ്പം ഭയങ്കര വലിയ വി എസ് ടിയിൽ ലിറ്റിൽ പ്രഷർ ഡിഫറൻസ് കുറയും രണ്ട് ചേമ്പേഴ്സ് തമ്മിലുള്ള. അപ്പൊ എന്ത് പറ്റും, അപ്പം ബ്ലഡ് അത്ര ഫോഴ്സിൽ ഫ്ലോ ചെയ്യുമോ മറ്റേ വി എസ് ഡി കൂടെ ഇല്ലല്ലോ. അപ്പം നമ്മുടെ മർമർ ഭയങ്കര സോഫ്റ്റും ഷോർട്ടും ആയിരിക്കും. സോഫ്റ്റ് ആൻഡ് ഷോർട്ട് മർമർ ആയിരിക്കും. Soft and short pansystolic murmur ആയിരിക്കും. Okay, very large VSD cut. And soft pansystolic murmur ആയ കാരണം we can hear it as ejection systolic murmur. ഇതായിരിക്കും നമുക്ക് കേൾക്കുന്നത്. ഓക്കെ, പിന്നെ സ്മോൾ വി എസ് ടിക്കകത്ത് പിന്നെ സ്മോൾ ഹലോ ഹലോ സ്മോൾ വി എസ് ടി ഒന്നുകൂടെ പറയോ, അവിടെ നിന്ന് കട്ടായി പോയി. സ്മോൾ വി എസ് ടിക്കകത്ത് പാൻസിസ്റ്റോളിക് മർമർ കേൾക്കാൻ പറ്റും. ഇറ്റ് വിൽ ബി ഹേർഡ്. പിന്നെ സിൻസ് ദർ ഇസ് ഒരു മിനിറ്റ്, പിന്നെ സ്മോൾ വി എസ് ടിക്കകത്ത് ഡിലേ ഡയസ്റ്റോളിക് മർമർ ആബ്സെന്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു സ്മോൾ വി എസ് ടിക്കകത്ത് ബ്ലഡ് ഫ്ലോ കുറച്ച് ബ്ലഡ് അല്ലേ അങ്ങോട്ട് പോകുന്നുള്ളൂ റൈറ്റ് സൈഡിലോട്ട്. അപ്പം കുറച്ച് ബ്ലഡ് ഫ്ലോ ഡിഫറൻസ് ഉള്ളത് കാരണം ഡിലേ ഡയസ്റ്റോളിക് മർമർ, മൈട്രൽ വാൽവിൽ കൂടെ ബ്ലഡ് അത്ര ടർബുലൻസിൽ അല്ല പോകുന്നത്, അതുകൊണ്ട് ആബ്സെന്റ് ആയിരിക്കും. ഡിലേ ഡയസ്റ്റോളിക് മർമർ ആബ്സെന്റ് ആയിരിക്കും സ്മോൾ വി എസ് ടിക്കകത്ത്. ഒരുപാട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നില്ല, അതുകൊണ്ട് ആയിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വെരി സ്മോൾ വി എസ് ടിക്കകത്ത് ഇറ്റ് ആക്ട് ആസ് എ സ്റ്റീനോട്ടിക് ഏരിയ ആൻഡ് there will be no pansystolic murmur. Ejection systolic murmur മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് യൂഷ്വലി they undergo spontaneous closure. പിന്നെ ലാർജ് വി എസ് ടിക്കകത്ത് പ്രഷർ ഡിഫറൻസ്, രണ്ട് ചേമ്പർ നമ്മൾ പ്രഷർ ഡിഫറൻസ് കുറഞ്ഞിട്ട് മർമർ പാൻസിസ്റ്റോളിക് മർമർ ഭയങ്കര സോഫ്റ്റും ഷോർട്ടും ആയിരിക്കും. അതുകൊണ്ട് we will hear it as ejection systolic murmur നമുക്ക് കേൾക്കത്തുള്ളൂ, പാൻസിസ്റ്റോളിക് കേൾക്കത്തില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി സോഫ്റ്റ് ആൻഡ് ഷോർട്ട്. പിന്നെ സ്മോൾ വി എസ് ടിക്കകത്ത് പാൻസിസ്റ്റോളിക് കേൾക്കും, പക്ഷെ നമുക്ക് ഡിലേഡ് ഡയസ്റ്റോളിക് മർമർ കേൾക്കത്തില്ല, ആബ്സെന്റ് ആയിരിക്കും.
ഹലോ ആണി പറഞ്ഞു. പിന്നെ patients with VSD can have pulmonary arterial hypertension, can be hyperkinetic അല്ലെങ്കിൽ obstructive pulmonary arterial hypertension കോംപ്ലിക്കേഷൻ പറഞ്ഞിട്ട് പറയാം. അടുത്ത കോംപ്ലിക്കേഷൻ ആണ് കോംപ്ലിക്കേഷൻ ഓഫ് VSD. ഫസ്റ്റ് കോംപ്ലിക്കേഷൻ അറിയാമല്ലോ, പറഞ്ഞേ, പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷൻ. അതൊരു കോംപ്ലിക്കേഷൻ അല്ലേ? ദാറ്റ് ഈസ് ഫസ്റ്റ് കോംപ്ലിക്കേഷൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ക്യാൻ കം ആസ് എ കോംപ്ലിക്കേഷൻ. Infective endocarditis, it is also an important complication of VSD. Like if the child presents with fever ആയിട്ട് വരിക, ഫീവറും ക്ലബിങ്ങും VSD ആയിട്ട് വരിക, VSD fever plus clubbing ആയിട്ട് വരിക, along with some changes in the murmur ആയിട്ട് ഒരു കുഞ്ഞ് വരിക with VSD ഉള്ള കുഞ്ഞ് ഫീവർ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ we should suspect infective endocarditis as a complication. It can occur in 2 in 100 patients after a 10-year follow-up. Infective endocarditis. And emphasis should be maintained on dental hygiene. കാരണം ഈ നമ്മൾ ഈ ബാക്ടീരിയ നമ്മൾ ഓറൽ ക്യാവിറ്റിയിൽ കോളനൈസ് ചെയ്യുന്ന ബാക്ടീരിയ ഒക്കെ എന്തെങ്കിലും ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ബ്ലഡിലോട്ട് ബാക്ടീരിയമൊക്കെ വന്ന് അങ്ങനെ ഗെറ്റ് ലോഡ്ജ്ഡ് ഇൻ ദി ഹാർട്ട് വാൽവ്സ്, അങ്ങനെയൊക്കെ infective endocarditis varam. So it is important to tell the patient to maintain very good dental hygiene. That is also important. Pinne adutha complication nam nettu vanna Eisenmenger's is another complication. Right ventricular failure leading to Eisenmenger syndrome. Appo Eisenmenger's pinne infective endocarditis VSD ആയിട്ട് associated ആയിട്ട് കാണുന്നത്. ASD it's very uncommon. Okay, ASD infective endocarditis അങ്ങനെ it's not usually associated. ഭയങ്കര uncommon complication. Okay. പിന്നെ Eisenmenger's പറഞ്ഞപ്പോൾ അതിന്റെ by definition it is a reversal of shunt at the level of VSD, ASD, PDA. VSD യിൽ മാത്രമല്ല നമുക്ക് ASD ഇതിലൊക്കെ കാണാലോ Eisenmenger's as a complication. So it is a reversal of shunt at the level of VSD, ASD, PDA due to irreversible pulmonary vascular obstructive change. I'm പറഞ്ഞുതരാം. Pathophysiology പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മുടെ VSD ആദ്യം there is ഭയങ്കര എക്സസ് ആയിട്ട് പൾമണറി ബ്ലഡ് ഫ്ലോ ഉണ്ട് അല്ലേ? എക്സസ് ആയിട്ട് പൾമണറി ബ്ലഡ് ഫ്ലോ which causes hyperkinetic type of pulmonary hypertension. Hyperkinetic pulmonary hypertension ഉണ്ടാവും due to increased pulmonary blood flow. ഇത് റിവേഴ്സിബിൾ ആയിരിക്കും. ഈ pulmonary hypertension is reversible. പിന്നെ this pulmonary hypertension ഇങ്ങനെ persist ചെയ്ത് കുറെ നാൾ കഴിയുമ്പോൾ it progresses to irreversible type of irreversible pulmonary vascular obstructive change ഒക്കെ വരും. അത് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഈ ഇൻറ്റിമൽ പ്രൊലിഫറേഷൻ ഒക്കെ വന്ന് ബ്ലഡ് വെസലൊക്കെ തിക്കൻഡായി അങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. ഇറിവേഴ്സിബിൾ പൾമണറി വാസ്കുലർ ഒബ്സ്ട്രക്റ്റീവ് ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, അത് കാരണം there will be obstructive pulmonary hypertension. ഇത് ഇറിവേഴ്സിബിൾ ആയിരിക്കും. ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഹൈപ്പർടെൻഷൻ ഇസ് ഇറിവേഴ്സിബിൾ. അപ്പം ഈ ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഹൈപ്പർടെൻഷൻ കാരണം there will be right ventricular hypertrophy. റൈറ്റ് വെൻട്രിക്കുലർ പ്രഷർ കൂടി റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവും. ഓക്കെ, അപ്പം when the right ventricular pressure increases to a point where it is greater than the left ventricular pressure, reversal of shunt occurs. Right to left shunt down, reversal of shunt down, left to right mari right to left shunt down. There will be reversal of shunt which results in systemic desaturation. എന്നുവെച്ചാൽ റൈറ്റിന്ന്
ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റിലോട്ട് പോവല്ലേ, അപ്പം ലെഫ്റ്റിൽ നിന്ന് അയോട്ടയിലോട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പോകും. അപ്പം റെഡ്യൂസ്ഡ് ഓക്സിജൻ സാച്ചുറേഷൻ, ഡിക്രീസ് ഓക്സിജൻ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ടിഷ്യൂസിലൊക്കെ പോയി ടിഷ്യൂസിൽ സൈനോസിസ് ഉണ്ട്, സെൻട്രൽ സൈനോസിസ്. Reversal of shunt, the right to left shunt which results in systemic desaturation resulting in cyanosis and clubbing ഒക്കെ വരും. അപ്പം ഇതിനാണ് പറയുന്നത് ഐസൻമെൻഗേഴ്സ്. ഓക്കെ, ഇത്രയുള്ള പത്തോഫിസിയോളജി ഓഫ് ഐസൻമെൻഗേഴ്സ്. ഒന്നുകൂടെ പറഞ്ഞോ. മനസ്സിലായോ? ഓക്കെ, പിന്നെ കോംപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷൻ, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, ഐസൻമെൻഗേഴ്സ് സിൻഡ്രോം, ഇത്രയേ ഉള്ളൂ കോംപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി അടുത്തത് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് വി കൻ ഗോ ഫോർ മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, സർജിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർക്ക് ഹാർട്ട് ഫെയിലിയർ ഒക്കെ വരാം കുഞ്ഞിന്. അപ്പം വി ഹാവ് ടു ട്രീറ്റ് ദി ഹാർട്ട് ഫെയിലിയർ ബൈ ഗിവിംഗ് ഫ്രൂസിമൈഡ്, ഡയൂറിറ്റിക്സും ഡിജോക്സിനും ഒക്കെ കൊടുക്കും. സോ ഫ്രൂസിമൈഡ് ഫസ്റ്റ് വൺ, ട്രീറ്റിംഗ് ഹാർട്ട് ഫെയിലിയർ ബൈ ഗിവിംഗ് ഫ്രൂസിമൈഡും ഡിജോക്സിനും ഒക്കെ കൊടുത്ത് ട്രീറ്റ് ദി ഹാർട്ട് ഫെയിലിയർ, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ, അത് ട്രീറ്റ് ചെയ്യും. പിന്നെ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, അത് ഞാൻ ഒരു സ്ലൈഡിൽ കണ്ടായിരുന്നു, അതിന്റെ പ്രൊഫൈൽ ആക്സസ് ഞാനത് ഗ്രൂപ്പിലിടാം, നോട്ട് ചെയ്തില്ലായിരുന്നു. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ട് ടെക്സ്റ്റിൽ പക്ഷെ ഇത്രേ കൊടുത്തിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ഫെയിലിയർ, പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു റിക്കറന്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ വി ഹാവ് ടു ട്രീറ്റ് ന്യൂമോണിയ, വി ഹാവ് ടു കൺട്രോൾ ദി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അപ്പൊ ന്യൂമോണിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാം ബൈ ഗിവിംഗ് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് യു ഹാവ് ടു ട്രീറ്റ് ന്യൂമോണിയ. പിന്നെ കുഞ്ഞ് there will be failure to വെയിറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞ് വെയിറ്റ് ഗെയിൻ ചെയ്തത്. സോ ന്യൂട്രീഷണൽ റീഹാബിലിറ്റേഷൻ. സോ ഇത്രയുള്ള മെഡിക്കൽ മാനേജ്മെന്റ്. പിന്നെ നമ്മൾ കുഞ്ഞിനെ കെയർഫുള്ളി അസസ് ചെയ്യണം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് എനി കോംപ്ലിക്കേഷൻസ്. പൾമണറി ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ടോ, ECG എക്കോ ഒക്കെ നമ്മൾ സ്ഥിരം എടുത്ത് വി ഹാവ് ടു മോണിറ്റർ ദ ചൈൽഡ് ടു ചെക്ക് to assess for the development of any complications. Okay, pulmonary artery hypertension develop ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സർജിക്കൽ ക്ലോഷർ ചെയ്യും. നമ്മൾ അൺട്രീറ്റഡ് ആയിട്ട് അത് വിട്ടിരുന്ന എന്ത് പറ്റും, ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ 20 years ഒക്കെ ആകുമ്പോഴത്തേക്കും ഐസൻമെൻഗേഴ്സ് കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യും, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷൻ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ അപ്പോൾ തന്നെ യു ഹാവ് ടു ഡു സർജിക്കൽ ക്ലോഷർ. പിന്നെ അടുത്ത സർജിക്കൽ മാനേജ്മെന്റ്. സർജിക്കൽ മാനേജ്മെന്റിനകത്ത് there is patch closure ഉണ്ട്, catheter closure. പാച്ച് ക്ലോഷർ നമ്മൾ ചെയ്യുന്നത് ഡാക്രോൺ പാച്ച് വെച്ചാണ് ആ ഡിഫക്റ്റ് ക്ലോസ് ചെയ്യുന്നത്. ഡാക്രോൺ പാച്ച്, അതാണ് പാച്ച് ക്ലോഷർ. പിന്നെ there is catheter closure. പിന്നെ what are the indications for surgical closure? നമ്മളിപ്പോഴാണ് സർജിക്കൽ ക്ലോസർ ചെയ്യുന്നത് if there is heart failure that is refractory to medical management. നമ്മൾ ഹാർട്ട് ഫെയിലിയർ ഡിജോക്സിനും ഫ്ലൂസിമൈഡും ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്തിട്ടും അത് റിസോൾവ് ആവുന്നില്ല. സോ വിൽ ഗോ ഫോർ സർജിക്കൽ ക്ലോഷർ. ഹാർട്ട് ഫെയിലിയർ വിച്ച് ഇസ് റിഫ്രാക്ടറി ടു മെഡിക്കൽ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ മാനേജ്മെന്റ്. പിന്നെ ഇൻ കേസ് ഓഫ് വെരി ലാർജ് VST യുടെ കേസിൽ then ഈ പൾമണറി ബ്ലഡ് ഫ്ലോ is more than twice that of the systemic blood flow. Systemic blood flow notation is QS, pulmonary blood flow QP. Okay, so pulmonary blood flow is more than twice the systemic blood flow. അതായത് QP is to QS greater than 2:1. So these are the indications for surgery. First one, heart failure which is refractory to medical management, and QP is to QS, അതായത് pulmonary blood flow to the systemic blood flow is greater than 2:1. Pulmonary blood flow 2 times greater than systemic blood flow ആകുമ്പോൾ that is an indication for surgery. Okay.
പിന്നില്ലേ കോംപ്ലിക്കേഷൻ പറഞ്ഞപ്പം പോയത് കോംപ്ലിക്കേഷൻസിനകത്ത് അത് കൂടാതെ ദേ കൻ ബി പൾമിനറി സ്റ്റീനോസിസ് ഒക്കെ വരാം. ഓക്കെ, അതും കൂടി നോട്ടീസ് ചെയ്തു. കോംപ്ലിക്കേഷൻസിൽ PH, ഇൻഫെക്റ്റീവ് എൻഡോകാർഡിയൽ, ഐസിമെംഗസ്, ദേ കൻ ഓൾസോ ബി പൾമിനറി സ്റ്റീനോസിസ്, പൾമണിക് സ്റ്റീനോസിസ്. ഓക്കെ, ഡ്യൂ ടു റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഒക്കെ വന്നിട്ട് പൾമണറി സ്റ്റീനോസിസ് ഉണ്ടാവാൻ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിൽ. പൾമണറി സ്റ്റീനോസിസ്, പിന്നെ അയോട്ടിക് റീഗർജിറ്റേഷൻ. ഇത് റെയർ കോംപ്ലിക്കേഷൻ ആണ്, ജസ്റ്റ് പറഞ്ഞോളൂ. പൾമണറി സ്റ്റീനോസിസ്, അയോട്ടിക് റീഗർജിറ്റേഷൻ ഇതും വരാം. ഓക്കെ, കോംപ്ലിക്കേഷൻ ആയിട്ട്. പിന്നെ സർജറി നേരത്തെ പറഞ്ഞ കോൺട്രാ ഇൻഡിക്കേഷൻ ഓഫ് സർജറി ഏതായിരുന്നു? ഐസൻമെംഗർ. ഓക്കെ, ഐസൻമെംഗർ കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. പിന്നെ ഇൻ കേസ് ഓഫ് സ്മോൾ VST, ദോസ് വിത്ത് സ്മോൾ VSTക്കകത്തും ഇറ്റ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. സർജിക്കൽ ക്ലോഷർ ഇസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. സ്മോൾ VSTയുടെ കേസസിൽ ഓൾസോ ഇറ്റ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. പിന്നെ ഐസൻമെംഗേഴ്സും ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ആണ് ഫോർ സർജിക്കൽ ക്ലോഷർ. പിന്നെ പിന്നെ pregnancy is a contraindication in the female with ഐസൻമെംഗർ കേട്ടോ, അതും കൂടെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ. ഡ്യൂ ടു ഹൈ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മോർട്ടാലിറ്റി കാരണം. പിന്നെ വേറെ ഒരു കണ്ടില്ല, pregnancy is also is contraindicated in a female with ഐസൻമെംഗേഴ്സ്. അപ്പോൾ നമ്മൾ സർജറി, ഡാക്രിൻ പാച്ച് ക്ലോഷർ, കത്തീറ്റർ ക്ലോഷർ, പിന്നെ ഇൻഡിക്കേഷൻസ് ഫോർ സർജിക്കൽ ക്ലോഷർ, കോൺട്രാ ഇൻഡിക്കേഷൻസ് പറഞ്ഞു. പിന്നെ സർജിക്കൽ ക്ലോഷർ ചെയ്യുന്നത് നമുക്ക് ഫ്യൂ മന്ത്സ് ആഫ്റ്റർ ബർത്ത് ചെയ്യാം. ഡിറ്റക്ട് ചെയ്യുമ്പം തന്നെ ഫ്യൂ മന്ത്സ് ആഫ്റ്റർ ബർത്ത് ചെയ്യാം. അതല്ലാതെ ഏർലി ചൈൽഡ്ഹുഡിൽ ഒരു 12 years ഒക്കെ ആകുമ്പം അങ്ങനെ സാർ പറഞ്ഞു. സർജിക്കൽ ക്ലോഷർ ഇസ് യൂഷ്വലി ഡൺ ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്, ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ. അങ്ങനെ സാർ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാം. ഓർ ഫ്യൂ മന്ത്സ് ആഫ്റ്റർ ബർത്തും വേണമെങ്കിൽ ചെയ്യാം സർജിക്കൽ ക്ലോഷർ. പിന്നെ ഇപ്പം കുട്ടിക്ക് ന്യൂമോണിയ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ആസ് എ പേഷ്യന്റ് റിക്കറന്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാം ഇൻ ചൈൽഡ് വിത്ത് VST. അപ്പം ന്യൂമോണിയ ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ദ ചൈൽഡ് മൈറ്റ് റിക്വയർ മെക്കാനിക്കൽ വെന്റിലേഷൻ ഒക്കെ ആവശ്യം വരും ഇൻ കേസ് ഓഫ് സിവിയർ ന്യൂമോണിയ. അപ്പം നമ്മൾ ആദ്യം അത് കൺട്രോൾ ചെയ്യാം. ന്യൂമോണിയ ഷുഡ് ബി കൺട്രോൾ ഫസ്റ്റ് ബിഫോർ ദ സർജറി. അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ഈ ആസ് എ കോംപ്ലിക്കേഷൻ ഓഫ് സർജറി ഹാർട്ട് ബ്ലോക്ക് ഒക്കെ വരാം. ഹാർട്ട് ബ്ലോക്ക്, പിന്നെ റെയർ ആയിട്ട് റെസിഡ്യൽ VST. ഡിഫക്റ്റ് മൊത്തത്തിൽ ക്ലോസ് ആവാതെ ദേ കൻ ബി റെസിഡ്യൽ VST. ഇതാണ് രണ്ട് കോംപ്ലിക്കേഷൻ ഓഫ് ഈ സർജറി. ഹാർട്ട് ബ്ലോക്ക് വരാം, റെസിഡ്യൽ VST വരാം. ട്രീറ്റ്മെന്റ് മനസ്സിലായോ? മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, സർജിക്കൽ മാനേജ്മെന്റ്. മെഡിക്കൽ പറഞ്ഞു ട്രീറ്റിംഗ് ഹാർട്ട് ഫെയിലിയർ ബൈ ഫ്ലൂസമൈഡ് ഡിജോക്സിൻ, പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം, ന്യൂട്രീഷണൽ റീഹാബിലിറ്റേഷൻ. പിന്നെ സർജിക്കൽ മാനേജ്മെന്റ് പാച്ച് ക്ലോഷർ പറഞ്ഞു, കത്തീറ്റർ ക്ലോഷർ. പടം കാണിച്ചത് ഇതാണ്ടോ, ഇതാണ് പാച്ച് ക്ലോഷർ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് പാച്ച് വെച്ച് നമ്മൾ ഡിഫക്റ്റ് ക്ലോസ് ചെയ്യും. കണ്ടോ, ESC പാച്ച് കാണുന്നുണ്ടോ? Okay, it is done surgically by sewing a patch over the hole. ഇത്രയേ ഉള്ളൂ സർജിക്കൽ കറക്ഷൻ. പിന്നെ കത്തീറ്റർ ക്ലോഷർ. കത്തീറ്റർ ഒരു ഡിവൈസ് നമ്മൾ കത്തീറ്റർ യൂസ് ചെയ്ത് ഇവിടെ വെക്കും, ഡിഫക്റ്റിന്റെ അവിടെ വെക്കും. എക്സ്പ്ലെയിൻ ഒന്നും ചെയ്ത് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് കത്തീറ്റർ ക്ലോഷർ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പാച്ച് ക്ലോഷർ, കത്തീറ്റർ ക്ലോഷർ, ഇൻഡിക്കേഷൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻസ്, പിന്നെ കോംപ്ലിക്കേഷൻ ഹാർട്ട് ബ്ലോക്കും റെസിഡ്യൽ VST. ഇത്രയേ ഉള്ളൂ ട്രീറ്റ്മെന്റ്. പിന്നെ
ഒരു കാര്യം ടെക്സ്റ്റിൽ പറയുന്നുണ്ട് പേഷ്യൻസ് വിത്ത് VSD can have hyperkinetic or obstructive ആയിട്ടുള്ള പൾമണറി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഐസിൻ പറഞ്ഞപ്പം പേഷ്യന്റ് can have hyperkinetic അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള പൾമണറി ആർട്ടറിയൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാക്കാം പേഷ്യന്റിന്. ആൻഡ് hyperkinetic pulmonary artery hypertension എന്ന് പറയുമ്പോൾ it is usually associated with large VSD. large left to right shunt ആണ് usually associated hyperkinetic pulmonary artery hypertension. And patient with hyperkinetic pulmonary artery hypertension after patient will have thrill pansystolic murmur കാണും. സെയിം നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ അത് ഒരു പാരഗ്രാഫിക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പാൻസിസ്റ്റോളിക് മർമർ കേൾക്കാൻ പറ്റും, ത്രിൽ പാൽപ്പബിൾ ആയിരിക്കും ഈ മർമർ, ത്രില്ല് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ P2 ഈ പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷനിൽ ഒബ്സ്ട്രക്റ്റീവ് ആയാലും ഹൈപ്പർ കൈനറ്റിക് ആയാലും P2 എപ്പോഴും ലൗഡ് ആയിരിക്കും. P2 will always be accentuated. P2 രണ്ടിലും P2 ലൗഡ് ആയിരിക്കും. ഓക്കെ, ഹലോ. പിന്നെ ഹൈപ്പർ കൈനറ്റിക്കില് പറയുന്നത് വൈഡ് വേരിയബിൾ സ്പ്ലിറ്റ്, സെയിം തന്നെ വൈഡ് വേരിയബിൾ സ്പ്ലിറ്റ്, S2 വൈഡ് വേരിയബിൾ സ്പ്ലിറ്റ് കേൾക്കാം. വേറെസ് ഇൻ ഒബ്സ്ട്രക്റ്റീവ് pulmonary artery hypertension, obstructive pulmonary artery hypertension is associated with small left to right shunt കേട്ടോ, small left to right shunt. ഇതിനകത്ത് S2 ഐ മീൻ സ്പ്ലിറ്റ് കേൾക്കത്തില്ല, നോർമൽ ആയിരിക്കും, ഫിസിയോളജിക്കൽ സ്പ്ലിറ്റിംഗ് മാത്രമേ കിട്ടത്തുള്ളൂ, ഇൻസ്പിറേഷന്റെ സമയത്ത് സ്പ്ലിറ്റ് കിട്ടും. പക്ഷെ ഹൈപ്പർ കൈനറ്റിക് പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷനിൽ വൈഡ് വേരിയബിൾ സ്പ്ലിറ്റ് ആയിരിക്കും, രണ്ടിലും P2 ലൗഡ് ആയിരിക്കും. പിന്നെ ഇവിടെ ഹൈപ്പർ കൈനറ്റിക്കിൽ ഡിലേ ഡയസ്റ്റോളിക് മർമർ കേൾക്കാൻ പറ്റും, പക്ഷെ സ്മോൾ VSDക്കകത്ത് ഡിലേ ഡയസ്റ്റോളിക് മർമർ ആബ്സെന്റ് ആയിരിക്കും. പിന്നെ ഹൈപ്പർ കൈനറ്റിക് PH നമ്മൾ പറഞ്ഞ ലാർജ് ലെഫ്റ്റ് റൈറ്റ് ഷണ്ടിലാണ് അസോസിയേറ്റ്, ഇത് സ്മോൾ ലെഫ്റ്റ് റൈറ്റ് ഷണ്ട്. ഇവിടെ നമുക്ക് ത്രില്ല് കിട്ടും, പക്ഷെ ഇവിടെ ദർ വിൽ ബി വെരി ഫീബിൾ ആയിട്ടുള്ള ത്രിൽ വിൽ ബി ആബ്സെന്റ് ഇൻ ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷൻ. പിന്നെ P2 ലൗഡ് ആയിരിക്കും, രണ്ടിലും P2 ലൗഡ് ആയിരിക്കും. പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷൻ വരുമ്പോൾ P2 രണ്ടിലും ലൗഡ് ആയിരിക്കും. പിന്നെ സ്പ്ലിറ്റ് പറയുമ്പോൾ ഇവിടെ വൈഡ് വേരിയബിൾ സ്പ്ലിറ്റും ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷനിൽ നോർമൽ ആയിരിക്കും, സ്പ്ലിറ്റ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. ഇവിടെ ഡിലേ ഡയസ്റ്റോളിക് മർമർ പ്രസന്റ് ആയിരിക്കും, ഇവിടെ ആബ്സെന്റ് ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മനസ്സിലായോ? ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു. Thank you. വെൽക്കം.